ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഈസിയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ കറി ഉണ്ടാക്കാൻ പലർക്കും അറിയായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. അപ്പോൾ നമുക്ക് ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ഇപ്പോൾ ഇതാ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബോണോട് കൂടിയ ചിക്കൻ തന്നെയാണ് ഞാൻ എടുത്തത്. ഇനി ഒരു 3 ബേ ലീഫ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കേണ്ടതാട്ടോ. ഇനി ഒരു ചെറിയ പീസ് പട്ട കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 6-8 ഗ്രാമ്പു, ഒരു 4 ഏലക്ക കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത്. സാധാ മുളക് പൊടിയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചിക്കനിലോട്ട് ഈ പൊടികളൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതാ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അടച്ചു വെച്ച് കുക്കാവുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് പിടിച്ചോട്ടെ എന്ന് വെച്ചിട്ട് പച്ചവെള്ളം, സാധാരണ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് കുക്കായി വരട്ടെ. ഇതാ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് ചിക്കൻ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതുണ്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലോട്ട് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വേയും കൂടെയുണ്ട്. അങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേറൊരു പാനിലോട്ട് ഒരു 1/4 കപ്പോളം 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 3 ഉള്ളി വലിയത് നന്നായിട്ട് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് തിളച്ച് വന്ന എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. ഇനി ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ ഉള്ളി ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ. ഇപ്പോൾ ഇത് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഉള്ളി നിങ്ങൾക്ക് ഉടഞ്ഞ പരുവത്തിലാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. ഇനി ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഏകദേശം ഒരു വലിയ ഇഞ്ചി തന്നെ എടുത്തിട്ടുണ്ട്. അതുപോലെ വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തുടം എന്ന് പറയുന്നില്ലേ വെളുത്തുള്ളി, അത് മുഴുവനും എടുത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില ഒരു കൈപ്പടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ ചിക്കൻ കറിക്ക്. ഇനി ഇത് നമുക്ക് ഈ ഉള്ളിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവൻ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതിൻ്റെയൊക്കെ റോ ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ അതിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ റോ ടേസ്റ്റ് മാറി ഉള്ളി നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസുള്ള 4 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തൊലി അങ്ങ് റിമൂവ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറിയ തക്കാളി എടുക്കുന്നെങ്കിൽ ഒരു 5-6 എടുക്കണം കേട്ടോ, ഏകദേശം 1 കിലോ ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഈ അടിച്ചു വെച്ച ഈ തക്കാളിയുടെ പൾപ്പില്ലേ അത് നമുക്ക് ഉള്ളിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മുഴുവൻ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ചെറുതാണെങ്കിൽ ഒരു 5-6 തന്നെ ചേർക്കണേ. തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ ചെറിയൊരു പുളിപ്പ് രസം കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ റോ ടേസ്റ്റ് മാറാനൊന്നും ഇല്ലല്ലോ, ഓൾറെഡി നമ്മൾ ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ റോ ടേസ്റ്റ് മാറിക്കിട്ടും. തൊലിയും കളഞ്ഞ് അടിച്ചെടുത്തതാണ്. ഇനി ഉപ്പ് ഞാൻ കുറച്ചല്ല നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പം ഞാൻ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിടുമ്പോഴും ശ്രദ്ധിക്കണേ, ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഇതാ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ചിക്കനില്ലേ അത് നമുക്ക് ഒന്ന് വഴറ്റി വെച്ച ഈ ഉള്ളിയുടെ മസാലയിലിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലെ ആ കക്കൊക്കെ ഇല്ലേ അതൊക്കെ മൊത്തം അതിലേക്ക് അങ്ങ് ആവുന്ന രീതിക്ക് വേണം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ പിന്നെ കൂടിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അടിച്ച് വെച്ച് ജസ്റ്റ് അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ ഇതാ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഫ്ലേവർ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നന്നായി തിളച്ച് ഓൾറെഡി കുക്കായതുകൊണ്ട് തന്നെ അധികം അങ്ങ് വേവിക്കാനില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴേക്കന്നെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലോ കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഗ്രാമ്പൂ പട്ട ഏലക്കയൊക്കെ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടായിരുന്നേ. അതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം കൊഴുപ്പ് വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലുണ്ടെങ്കിൽ അത് ഒന്ന് അടിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതും അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളം ഉണ്ടാവുമല്ലോ, അത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. അധികം അങ്ങ് തിക്ക് കൺസിസ്റ്റൻസി വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇപ്പം ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഞാനതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ചിക്കൻ കറിയല്ലേ. ഇത് മുഴുവൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ കറിവേപ്പിലയാണല്ലോ ചതച്ചിട്ടൊക്കെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ തന്നെ ഫ്ലേവർ നിന്നോട്ടെന്ന് കരുതിയിട്ടാണ് കറിവേപ്പില കട്ട് ചെയ്തിട്ട് കൊടുത്തത് കേട്ടോ. നിങ്ങൾ ലൂസ് കൺസിസ്റ്റൻസി ആക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. അപ്പോഴാണ്, അല്ലെങ്കിൽ പിന്നെ ഒരു പച്ച ചൊവയായിരിക്കും ഉണ്ടാകാൻ. അതുകൊണ്ടാണ് പറയുന്നത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതാ, നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. പലർക്കും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും ചിക്കൻ കറി, എങ്കിലും അറിയാത്ത പുതിയ കുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് തരാം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്